വെൽക്കം ബാക്ക് ടു കോസ്റ്റാർ മീഡിയ. ഞാൻ ഹർഷാദ് താനൂർ. കഴിഞ്ഞ 4-5 ദിവസങ്ങളായി നമ്മൾ ഏവരും കാത്തിരിക്കുകയാണ് കർണാടകയിലെ ഒരു മണ്ണിടിച്ചിലിനടിയിൽ പെട്ടുപോയ നമ്മുടെ ഒരു കോഴിക്കോട് സ്വദേശി അർജുൻ്റെ തിരിച്ചുവരവിന് വേണ്ടി. കഴിഞ്ഞ 16-ാം തീയതി മുംബൈയിലേക്ക് കർണാടകയിൽ നിന്നും 25 ടണ്ണോളം മരങ്ങൾ നിറച്ച ഒരു ലോറിയുമായിട്ടായിരുന്നു അർജുൻ മുംബൈയിലേക്ക് യാത്ര തിരിച്ചത്. പക്ഷെ അതിനിടയിൽ കർണാടകയിലെ ഷിരോർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അങ്കോല ദേശീയപാതയിൽ വെച്ചിട്ടാണ് ഈ ഒരു മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ടുള്ളത്. അർജുൻ്റെ ലോറിൻ്റെ മുകളിൽ ഒരുപാട് ഉയരത്തിലാണ് ഈ ഒരു മണ്ണ് കിടക്കുന്നത്. അതിൻ്റെ അളവും കാര്യങ്ങളൊന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല. എത്രത്തോളം താഴത്താണ് അർജുൻ്റെ ലോറി ഉള്ളത് എന്നൊന്നും അത്ര വ്യക്തമായിട്ട് ഇതുവരെ ഒരു വിവരം ലഭിച്ചിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. കാരണം ഒരു മനുഷ്യൻ്റെ ജീവൻ അത്രമാത്രം വില കൽപ്പിക്കുന്നുണ്ട് എന്ന് നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാവും. കാരണം 5 ദിവസമായിട്ടും ഇതുവരെ അത് കണ്ടെത്താനായിട്ടില്ല എന്ന് പറയുമ്പോൾ ശരിക്കും അതൊരു അതൊരു കുറച്ചിൽ തന്നെയാണ്. കർണാടക സർക്കാരിന് അതൊരു കുറച്ചിലാണ്. കാരണം അവർ വേണ്ടത്ര ഈ ഒരു കാര്യം പരിഗണിക്കുന്നില്ല എന്നാണ് അർജുൻ്റെ കുടുംബം പറയുന്നത്. അർജുന് ഈ സംഭവം നടന്നതിന് ശേഷം അവരെ വീട്ടുകാർ വിളിച്ചപ്പോഴൊക്കെ ഫോണ് പിറ്റേ ദിവസം വരെ റിങ് ചെയ്തിരുന്നു. അതിനിടയിൽ 1-2 പ്രാവശ്യം അർജുന് സംസാരിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ആ ഫോൺ സ്വിച്ച് ഓഫായി. ഇപ്പോൾ യാതൊരുവിധ വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. രക്ഷാപ്രവർത്തനം ചെറിയ രീതിയിലേ നടക്കുന്നുള്ളൂ. പക്ഷേ നമ്മുടെ കേരള സർക്കാർ കർണാടക സർക്കാരിനോട് സഹായം തേടിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാനൊക്കെ. ഇതിനിടയിൽ ലോറിയും മണ്ണിടിച്ചിലിൽ തട്ടി ഈ ദേശീയപാതൻ്റെ താഴെയുള്ള ഗംഗാവാലി നദിയിലേക്ക് മറിഞ്ഞു വീണിട്ടുണ്ട് എന്ന് സംശയിച്ചിരുന്നു. അതിനുശേഷം രക്ഷാപ്രവർത്തനമുള്ള ഇന്ത്യൻ ആർമിയും അതുപോലെ തന്നെ നേവിയൊക്കെ വന്ന് ആ നദിയിൽ തിരച്ചിൽ നടത്തിയിട്ട് ലോറി നദിയിൽ വീണിട്ടില്ല എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ മണ്ണിടിച്ചിലിൻ്റെ ഉള്ളിൽ തന്നെയാണ് ലോറി പെട്ടുകിടക്കുന്നതും. കോഴിക്കോട് സ്വദേശിയാണ് അർജുന് ലോറി ഡ്രൈവറാണ്. അപ്പോൾ കർണാടകയിലെ ഒരു സ്ഥലത്ത് ലോറി നിർത്തിയിട്ട് വിശ്രമിക്കുന്ന ലോറി വിശ്രമ കേന്ദ്രത്തിൻ്റെ അവിടെയാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത് എന്നാണ് ഇതുവരെ നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. എന്തായാലും അർജുൻ ജീവനോടെ തന്നെ പുറത്തു വരട്ടെ എന്നാണ് കേരളം കാത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കുക. പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.